നമസ്കാരം. ഇന്ദ്രജിത്ത് സുകുമാരൻ 2 കാലഘട്ടങ്ങളിലെ കഥാപാത്രത്തെ ഗംഭീരമായി അവതരിപ്പിച്ച ആഹ എന്ന ചലച്ചിത്രം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. ആഹായ്ക്ക് വേണ്ടി സബ് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത് സുഹൃത്തും ടോക്കറ്റീവിന്റെ ഫൗണ്ടറുമായ അർച്ചന വാസുദേവ് ആണ്. ആഹായുടെ നിർമ്മാതാവ് പ്രേം എബ്രഹാമും സംവിധായകൻ ബിബിൻ പോൾ സാമുവലുമായി അർച്ചന നടത്തുന്ന സംവാദത്തിലേക്ക് സ്വാഗതം. ഭയങ്കര സന്തോഷം. ഇപ്പോ ആഹ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കാനും ഒക്കെ ആയി ആശിഷ് എന്റെ അടുത്ത് ചോദിച്ചതും, പിന്നെ ബിബിനായാലും സെൻസറായാലും നമ്മൾ അധികം ഒരുപാട് കാലം നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ആഹ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗമായത് ഒരുപാട് സിനിമയെല്ലാം കഴിഞ്ഞിട്ടാണ്, പോസ്റ്റ് പ്രൊഡക്ഷന്റെ സമയത്താണ്. എന്നാലും എന്താ പറയാ, വളരെ വളരെ പോസിറ്റീവായ, വളരെ പ്ലസന്റ് ആയ, വളരെ വളരെ സന്തോഷത്തോടെയുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. കുറച്ച് നാളുകൾ ഇവർ രണ്ടുപേരുമായിട്ടും ചെയ്തിട്ടുള്ളൂ, വർക്ക് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും. സോ ഇറ്റ്സ് എ പ്ലഷർ. ഓൾസോ താങ്ക് യു ആശിഷ് ഫോർ കോളിംഗ് മീ ടു ടോക്ക് ടു ദം. അപ്പോ എനിക്ക് തോന്നുന്നു ആഹയുടെ പറ്റിയിട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം. എന്ന് വെച്ചാൽ ഓൺ എ ഡേ ടു ഡേ ബേസിസ് എവർ സിൻസ് ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ടു പ്രേം സർ ആൻഡ് ദെൻ ബിബിൻ, എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയായിരുന്നു. അപ്പോ കാണികളുടെ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന് മുമ്പ് ഒരുപാട് ഇന്റർവ്യൂസ് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ആഹയുടെ റിലീസിന് മുമ്പും അതെ, അതിന് ശേഷവും അതെ. അപ്പൊ കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുവരെ കേൾക്കാത്ത, ഐ തിങ്ക് പോസിബിളി കേൾക്കാത്ത അല്ലെങ്കിൽ ആളുകൾക്ക് അറിയണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും കുറിച്ച് നമുക്ക് സംസാരിക്കാം. മേ ബി യു കെൻ സ്റ്റാർട്ട് വിത്ത് പ്രേം സർ, അല്ലേ? ഓക്കെ. Archana, for getting us both on board, for this. It was always a pleasure working with you, Archana, knowing you. Though you came in late, but ഈ പടത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ അർച്ചനയ്ക്ക് അറിയാം. ഞങ്ങളുടെ ഒരു ജേർണിയെ കുറിച്ചും, പിന്നെ നമ്മളത് തിയേറ്ററിൽ എത്തിക്കുന്ന വരെയുള്ള ഒരു പ്രോസസ്സും, യു മച്ച് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. പല stages you came in, and you got to know about it, and you supported and contributed in the best way possible that you could do. And I'm really thank you for that. Thanks Ashish for getting me and Bibin also into this. Your questions. Okay, so Prem sir, even though we haven't interacted much, ന്റെ ചെറിയ അറിവില് നമ്മൾ കണ്ടതിലും സംസാരിച്ചതിലും ഒക്കെ വെച്ചിട്ട് എനിക്കറിയാം that you are from a journalism background, അല്ലെ? സോ കംപ്ലീറ്റ്ലി ഫ്രം എ ജേർണലിസം ബാക്ക്ഗ്രൗണ്ട്, ജോലി ചെയ്തതും എല്ലാം പുറത്താണ്, കേരളത്തിന് പുറത്താണ്. സോ ജസ്റ്റ് ക്യൂരിയസ് ടു നോ വൈ സിനിമ എന്ന് ഞാൻ ചോദിക്കില്ല, ബിക്കോസ് നമ്മൾ എല്ലാവരും സിനിമയോട് ഏതെങ്കിലും തരത്തിൽ ഇഷ്ടമുള്ള ആൾക്കാരാണ്, അതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യണം എന്നുള്ള ആൾക്കാരാണ്. ബട്ട് ഐ വുഡന്റ് ആസ്ക് യു ദാറ്റ് ക്ലീഷേ ക്വസ്റ്റ്യൻ, ബട്ട് ഐ എം റിയലി ഇൻട്രസ്റ്റഡ് വൈ ദ ട്രാൻസിഷൻ ഫ്രം ജേർണലിസം ടു സിനിമ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മലയാളിയെ സംബന്ധിച്ച് ഇഫ് യു വരുമ്പം സിനിമയും സ്പോർട്സും, സ്പെഷ്യലി സിനിമയും സ്പോർട്സും നമ്മുടെ എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു സാധനമാണ്. Some part, and our preferences obviously change. For me, sports is not my very cup of tea, but obviously cinema was always there. You love seeing cinema, and especially because as you rightly said, I was into media for over 23 years, and that too most of my time I spent in Bombay. ഈ പണം തുടങ്ങുന്നതിന്റെ ഓൺ ആക്കുന്നതിന്റെ ഒരു 4 months prior ആണ് ഞാൻ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്തത്. And I worked with most of the big media companies, starting from India Today to Times of India, and my last assignment was with an international brand called Vogue and GQ, the fashion magazine Vogue. I was one of the founding members of the company. Initially came on board, and then we started off from scratch. So media was always there, and then creative arts is also part of media. You get exposed to all of this stuff. And our company was a small company, so my role in Times of India also was, as a business head also, was to coordinate, facilitate shoots and things like that. I'm saying. So many such things as part of your assignment. അതുപോലൊക്കെ തന്നെ
Continast and American company when I was there with Vogue and also part of the whole process, because when you are a small team, you're into everything and you kind of facilitate things. So our interest somewhere down the line was always there. Plus, I mean, to be very honest, I've been nursing a dream of doing a movie. My kids know that, always I used to think that, there has to be something. That's when, my last, I was actually also having a startup in Bombay. That's when I met Bibin through one of my partners who was, and അങ്ങനെ ബിബിനെ കണ്ടതാ. ഞങ്ങൾ ആ പ്രൊഡക്റ്റിന് വേണ്ടി ശരിക്കും ഒരു ആഡ് ഫിലിം ഉണ്ടാക്കാൻ വേണ്ടി ബിബിനെ അന്ന് കാണുകയും, one of those meetings Bibin said, "Acha, എനിക്ക് ഇങ്ങനെ ഒരു I also want to do a movie." And he said, then I asked him which genre. He said sports as a genre. Though in the media I'm a hardcore marketing guy, I'm a business guy, so therefore it struck me somewhere down this, and it is actually playing in my mind. Then appo njan adu kayinu Bibine pinneyum kandappo parnu, Bibin parnu എന്നോട് story develop ആയിക്കൊണ്ടിരിക്കുന്നു. അതപ്പം I used to take that interest, in knowing what's the status of this. Then I told him, when this is happening, when it's over, you let me know. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ, സ്പെഷ്യലി സ്പോർട്സ് ആയതുകൊണ്ട് നമുക്കറിയാം, because it's quite interesting to do a sports movie, and then the kind of responses that you get, the likes of Lagan or Chadde, how interesting those movies are, the content is. അങ്ങനെയാണ് ഈ ഒരു ട്രാൻസിഷൻ ഇങ്ങനെ ഉണ്ടാവുകയും, പിന്നെ subsequently Bibin script തീർക്കുകയും, Bibin and the writer Tobit came to me, gave me, because എനിക്ക് മലയാളം വായിക്കാൻ അത്ര നല്ലതായിട്ട് അറിയത്തില്ല. So അങ്ങനെ ഇവർ രണ്ടുപേരും കൊണ്ട് കഥ പറയും. Then I got committed into it, and that is how this whole thing process kicked off. അങ്ങനെയാണ് ഈ ആഹ എന്നൊരു സാധനത്തിലോട്ട് നമ്മൾ വന്ന് വരികയും, അങ്ങനെ. അപ്പം അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഇങ്ങനെ വടംവലി എന്നൊരു കാര്യം ഇവര് ആദ്യം എന്നോട് പറഞ്ഞപ്പോഴും അന്നേരം ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് എന്റെ ഒരു ഓർമ്മയിൽ വടംവലി എന്ന് പറയുന്നത്, ഞാന് കേരളത്തിൽ നിന്ന് പുറത്താകുമ്പം ഒന്നി ഓണത്തിന് അല്ലെ ക്രിസ്മസിന് നമ്മുടെ മലയാള സമാജം അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിലൊക്കെ ഒരു എന്റർടൈൻമെന്റിനുള്ള ഒരു വടംവലി, അതായിരുന്നു നമ്മുടെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഇത്രയും ഒരു വലിയ സീരിയസ് സ്പോർട്ട് ആണെന്ന് ഇവരെന്നെ വന്നു കഴിഞ്ഞപ്പോ, ഇടയ്ക്ക് വന്ന് ഞാൻ ബോംബെയിൽ നിന്ന് വരുമ്പം ഇടയ്ക്ക് ഇവരെ എന്നെ കാണിക്കാൻ കൊണ്ടുപോയും അവിടെ കാണുമ്പോഴാണ് ഒരു വാവ് ഫാക്ടർ. വാവ്, ദിസ് ഇസ് സച്ച് എ ബിഗ് ആൻഡ് സീരിയസ് സ്പോർട്ട്, അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുകയും. പിന്നെ കോർട്ടിലോട്ടുള്ള എൻട്രി ഉണ്ടായിരുന്നു, എനിക്കതൊന്നും കാണാം. ഓക്കെ, സോ ദാറ്റ്സ് ലൈക്ക് വെരി വെൽ എക്സ്പ്ലെയിൻഡ്. അപ്പൊ ആ പോയിന്റ് തന്നെ ഞാൻ തുടങ്ങാം. ഇപ്പൊ പ്രേം സർ പറഞ്ഞ അതേ പോയിന്റ് തന്നെ തുടങ്ങാം. ബിബിൻ, ഇപ്പോ എന്ന് വെച്ചാൽ ഏറ്റവും സിനിമയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും, അതായത് സിനിമ ഒരു ഡ്രീം ആയിട്ട്, സംവിധാനം ആവട്ടെ, ഇല്ല സിനിമാറ്റോഗ്രാഫി ആവട്ടെ, എഴുത്താവട്ടെ, എന്താണെന്നുണ്ടെങ്കിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടം എന്ന് പറയുന്നത് അതില് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സെൻസിബിൾ ആയ ഒരാളെ കിട്ടുക എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് കിട്ടും അല്ലെ? അപ്പോ ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ഫ്രം ദർ. അവിടുന്ന് എനിക്ക് എടുക്കാനാണ് താല്പര്യം. ഇപ്പൊ ബിബിനെ സംബന്ധിച്ചിടത്തോളം പ്രേം സാരിൽ നിന്നായിരുന്നോ ഈ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ബിബിന്റെ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തുടക്കം, അതോ അതിന് മുമ്പും ഈ അപ്രോച്ച് ഒരുപാട് നടത്തി അവസാനം പ്രേം സാറിലേക്ക് എത്തുകയായിരുന്നോ? ആൻഡ് ഹൗ വാസ് യുവർ ജേർണി? ലൈക്ക് സെറ്റ്, എനിക്ക് ഏറ്റവും ഈ സിനിമ ചെയ്യുമ്പോൾ, ആഹ ചെയ്യുമ്പോൾ ഏറ്റവും ഇതിനകത്ത് യൂണീക്കായിട്ട് തോന്നിയത് ഇതിനകത്തെ സബ്ജക്റ്റ് ആണ്. പ്രേം സാർ പറഞ്ഞ പോലെ തന്നെ സ്പോർട്സ് ഡ്രാമയാണ്. അത് നമ്മൾ മലയാളത്തില് ഒരുപാട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ. ബാക്കിയുള്ളതെല്ലാം ബേസിക്കലി അതിലെ ഇമോഷൻസും ഡ്രാമയായിട്ട് കണക്റ്റഡ് ആയിട്ട് പോകുമ്പോൾ സ്പോർട്സിന് ഒരു ഫുള്ളി ഒരു സിനിമ വന്നിട്ടില്ല എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്, ഈ വടംവലിയും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു എസെൻസ് നഷ്ടപ്പെടാതെ അതിന്റെ ഒരു റിയൽ ഫോമിൽ, അതിന്റെ ഒരു റോ ഫോമിൽ തന്നെ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതായത് വലിയ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ട്, ഇപ്പൊ ദങ്കലൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് കിടക്കുന്ന സിനിമയാണ് സ്പോർട്സ് സിനിമ സംബന്ധിച്ചിടത്തോളം. അപ്പം അതൊക്കെ തരുന്ന ഒരു റോനെസ് ഉണ്ടല്ലോ സിനിമയ്ക്ക്, അത് അറ്റ് ദ സെയിം ടൈം കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ പ്രേം സാറെ മീറ്റ് ചെയ്യുന്നതിന് പ്രേം സാർ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിന് മുന്നേ ഞാൻ പല പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്ത് പിച്ച് ചെയ്തിട്ടുണ്ട് സബ്ജക്ട്. അപ്പൊ ഒക്കെ എന്നെ
ബാധിച്ചിട്ടുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സിനും ഈ സബ്ജക്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാ പ്രൊഡ്യൂസേഴ്സും എനിക്കിത് ഓക്കെ ഡൺ ചെയ്യാം എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവർ കാസ്റ്റിങ്ങിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത്. ഈ കാസ്റ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് പലരുടെയും മുഖം ചൊളിയുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം ഞാൻ പ്രേംചാനോട് ആദ്യം തന്നെ തുടക്കം പറഞ്ഞൊരു വലിയ ഇഷ്യൂ ഞാൻ പറഞ്ഞു നമ്മുടെ പടത്തിന്റെ, ഞാൻ വളരെ വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുകയാണ്. ഇഫ് ഐ ഹാവ് ദ പെർമിഷൻ ഫ്രം പ്രേം സർ. സോ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്താണ് ആക്ച്വലി ആഹ എന്ന് പറയുന്ന സാധനം പ്രേം സാറിലേക്ക് എത്തുന്നത്. അതിന് മുന്നേ പല പ്രൊഡ്യൂസേഴ്സും ഇഷ്ടപ്പെട്ടെങ്കിലും അതിന്റെ കാസ്റ്റിംഗ് സൈഡും ബിസിനസ് സൈഡും മുൻകൂട്ടി അവർ പ്രഡിക്ഷനിൽ അവരുടെ കാൽക്കുലേഷനിൽ ഒരു പക്ഷേ നഷ്ടം സംഭവിച്ചേക്കാം എന്നുള്ള ഒരു ഭയം കാരണം പിൻവലിഞ്ഞവരാണ് കൂടുതലും. ഇതിൽ വലിയ ഒരു താരത്തെയൊക്കെ ഒരു പ്രൊഡ്യൂസറിനെ സജസ്റ്റ് ചെയ്തതാണ്. ഞാനത് ഒഴിവാക്കി, എനിക്കത് അതിലേക്ക് പോകണ്ട, ഇതിന്റെ ഒരു ഒറിജിനാലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാസ്റ്റിങ്ങിലൂടെ ഈ ഒരു പ്രിപ്പറേഷനിലൂടെ പോകണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച ആളാണ്. അങ്ങനെ ഞാൻ അതിന് വിഡ്രോ ചെയ്യണം. അതിനുശേഷമാണ് പ്രേം സാർ എൻ്റർ ചെയ്യുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഡെസ്റ്റിനിയിലേക്കുള്ള ബാക്കി വോക്കും പ്രേം സാർ തന്ന സപ്പോർട്ടിലൂടെയാണ്. അപ്പൊ പ്രേം സാർ വളരെ ജെന്യൂൻ ആയിട്ട്, ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലല്ലോ, പ്രേം സാർ 23 ഇയേഴ്സിൽ ഒരു അറൌണ്ട് 30 ഇയേഴ്സ് മീഡിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ഞാൻ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പോയി പിച്ച് ചെയ്ത് സബ്ജക്ട് പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ്, ഫോർവേഡ് ആയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. ഞാൻ പ്രേം സാർ അന്ന് സംസാരിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും എക്സാക്ട്ലി നടക്കുന്നത്. സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള നമ്മുടെ ബാക്കിയുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഞങ്ങൾ അന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. അതൊക്കെ ഇപ്പോൾ അങ്ങനെ തന്നെയാണ് നടന്നത്. അപ്പം പ്രേം സാർ ഇതിനെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാണുകയും ഇതിന്റെ കഥയും അതിന്റെ നമ്മുടെ ഉദ്ദേശിക്കുന്ന ഡീറ്റെയിലിങ്ങിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലായാണ് പ്രേം സാർ കഥയിലേക്ക് വരുന്നത്. പൂർണ്ണമായിട്ടും പ്രേം സാറിന്റെ ഗട്ട്സിലാണ് ആക്ച്വലി നമ്മൾ ഫുൾ ചെയ്തത്. ഇങ്ങനൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ ബോക്സ് ഫിലിം ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഔട്ട് ഓഫ് ദി ബോക്സ് ഇൻ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് കഥയോ അല്ലെങ്കിൽ സ്പോർട്സ് സിനിമയുടെ ജോണറെ റിക്രിയേറ്റ് ചെയ്യാന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ യൂണീക്കായിട്ട് ഇതുവരെ വരാത്ത രീതിയിൽ ഒരു സ്പോർട്സ് സിനിമയെ സമ്പൂർണ്ണമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ എന്താ പറയാ, അതിനുവേണ്ടി വെച്ചിരിക്കുന്ന സിനിമ എന്നുള്ള രീതിയിൽ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. സോ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ക്രെഡിറ്റ് ഞാൻ പ്രേം സാറിനോട് കൊടുക്കുകയാണ്. ഇത് തിയേറ്ററിൽ വരണം എന്നുള്ളതും ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിച്ച ഒരു സ്വപ്നമാണ്. അത് തിയേറ്ററിൽ വരാൻ സാധിച്ചു. നമുക്ക് വളരെ പോസിറ്റീവുള്ള റെസ്പോൺസസ് കിട്ടി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സന്തോഷം, എല്ലാവരും സന്തോഷത്തിലാണ്. പിന്നെ കൂടുതലായിട്ടും തിയേറ്റേഴ്സിൽ കുറച്ച് എക്സ്റ്റൻഷനോടെ കിട്ടിയാൽ നമ്മുടെ നല്ല സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങൾക്ക് തിയേറ്റേഴ്സിൽ വരാൻ പ്രവണത ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. ഗ്രേറ്റ്. ഓക്കെ, അപ്പൊ ബിബിൻ പറഞ്ഞ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് പോയിന്റ് അതിൽ ഇലാബറേറ്റ് ചെയ്തില്ല, പക്ഷെ ഞാൻ അതൊന്ന് പിടിക്കുകയാണ്. ഫ്രണ്ട്സ്, കാസ്റ്റിംഗ്. ഓക്കെ, അപ്പോ അതില് ഒരുപാട് പേരെ അപ്രോച്ച് ചെയ്തു. ഇതെല്ലാം എല്ലാ സിനിമകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പ്രൊഡ്യൂസർ എന്ന നിലയിൽ പ്രേം സാറിന് എത്രത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു ടു ഫൈനലൈസ് ദ കാസ്റ്റ്, നോട്ട് ടു ഡിസൈഡ് ഓൺ ഹൂ ഇറ്റ് ഈസ്, ബട്ട് ഫൈനലൈസ് ദ കാസ്റ്റ്, ആൻഡ് വൈ? ഈ പടത്തിന്റെ ദാറ്റ് ഈസ് വൺ ഓഫ് ദി വെരി സംതിങ് ദാറ്റ് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. when Bibin told me about this movie, when ഞാനൊരു ആദ്യമായിട്ടൊരു എൻട്രന്റ് ആണ്, അപ്പൊ നമ്മള് എന്റെ ഒരു ബിസിനസ് സൈഡ് നോക്കുകയും ബിസിനസ് പൊട്ടൻഷ്യൽ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ we know the fact that തിയേറ്ററിലെ റെസ്പോൺസ് അല്ല, മറ്റേ from the other business angle when you come to OTT, സാറ്റലൈറ്റ്, ഈ വക കാര്യങ്ങളൊക്കെ വരുമ്പം അവർക്കൊരു സ്റ്റാർസിന് ചില റേറ്റിംഗ് ഉണ്ട്, ക്രൈറ്റീരിയ, അത് വെച്ചാണ് ഇവരെ മേടിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഇവർ ഈ കാസ്റ്റിനെ കൊണ്ട് വന്നപ്പോൾ, നമ്മൾ ഈ കാസ്റ്റിന്റെ ഒരു ലിസ്റ്റും കൊണ്ട് വന്നപ്പം എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരിക്കൽ പോലും ഞാനും ബിബിനുമായിട്ട് ഇതിന് മണ്ടയ്ക്ക് ഒരു ചർച്ച നമുക്കുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ വേറൊരു കാസ്റ്റിനെ ഇടണമെന്നോ അല്ല ഇതാണ്. ബിക്കോസ് ഈ ഒരു 2 കാലഘട്ടത്തിൽ ഈ രീതിക്ക് അഭിനയിക്കാൻ പറ്റുന്ന ഒരു ആക്ടർ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ദ്രജിത്ത് തന്നെയാണ്. അതിനൊരു സംശയമില്ല. പിന്നെ ബിസിനസ് ഇസ് എ ഡിഫറെന്റ് സ്റ്റോറി ഓൾ ടുഗദർ, അതിപ്പം വേറെ കാര്യം. പക്ഷേ യു സെയിങ് ഫ്രം എ കോണ്ടന്റിന്റെ ഒരു റിച്ച്നെസ് അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗിന്റെ ആപ്റ്റ്നെസ് വെച്ചുകൊണ്ട് നോക്കിയാൽ Indrajith was definitely our choice, and we had absolutely no discussion, no dispute on this basically. അത് വളരെ ക്ലിയർ ആണ്. ഞാനിപ്പോ അതിപ്പോ എല്ലാവരും പറയും ആദ്യം ഇല്ലെങ്കിൽ പൊതുവെ ഞാൻ പല നമ്മുടെ കൗണ്ടർ പാർട്സ് അല്ലെങ്കിൽ പല വേറെ പുതിയ നവകഥ പ്രൊഡ്യൂസേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഇവരെല്ലാം പറയുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാസ്റ്റ് ഫിക്സ് ചെയ്ത് പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടെ അഗ്രി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്ന സാധനം. രണ്ടുപേരുടെയും പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ
രണ്ടുപേരുടെയും മോട്ടീവ് ഈ സിനിമയിൽ നിന്ന് ഡിഫറെന്റ് ആണ്. യുനോ, അപ്പൊ ആ രീതിക്ക് എനിക്ക്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഒരിക്കൽ പോലും നമുക്ക് ആ ഒരു lack of clarity ഉണ്ടായിരുന്നു. I'm saying we were all very clear. I'm sure that on screen also you will see that it has really worked out. Because ഞാൻ ഇന്നും ആലോചിക്കും, നമ്മളിപ്പം പറഞ്ഞു, ഇപ്പം പടം വന്നു, ഇത് കഴിഞ്ഞിട്ട് വേറെ പല ചലഞ്ചസ് ഒക്കെ ഉള്ളപ്പോഴൊക്കെ നമ്മൾ ചിലപ്പം ബാക്ക് ഓഫ് മൈൻഡ് ആലോചിച്ചു പോകും, ഇനി വേറൊരു കാസ്റ്റ് വേണമായിരുന്നു. ഇതുവരെയും എനിക്ക് അങ്ങനെ ആലോചിച്ചു പോലും ഇതുവരെയും അതിനൊരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ഈ മലയാളം സിനിമയിൽ ഇന്നുവരെയും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ദാറ്റ്സ് ദി റിയാലിറ്റി. അല്ലെ, എനിക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് എനിക്കിപ്പം കുറച്ച് ആൾക്കാരെ അറിയുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു 2 കാലഘട്ടവും അതുപോലെക്കുള്ളൊരു അല്ല. ചിലവർ കാണും ചിലപ്പം ചെറുപ്പം ആക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ചിലവർ കാണും പ്രായം ആക്ട് ചെയ്യും. പക്ഷെ സെയിം ടൈം ഈ രണ്ടും കൂടെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇന്ന് ഐ മീൻ to add to that fact, I was just seeing some troll somebody made it today which is floating around. പ്രാർത്ഥന പറഞ്ഞ ഇന്ദ്രനെ കുറിച്ച്, ചിലപ്പോ ഇന്ദ്രൻ വീട്ടിൽ വരുന്ന ദിവസങ്ങളൊക്കെ ഇന്നും തൊണ്ടയൊക്കെ അടഞ്ഞിരിക്കുക. Because there are days when he's acted both the timelines, പഴയ ബിബിൻ അല്ലേ, എനിക്ക് തോന്നുന്നു ഇന്ന് ഞാൻ അങ്ങനെയാണ് അല്ലേ, ഒരു ദിവസം ചെറുപ്പം ആയിട്ട് അഭിനയിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ ആശാന്റെ വേഷത്തും അഭിനയിച്ചു. അതൊക്കെ ചാലഞ്ച് ഓൾസോ ഫോർ ദാറ്റ്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പം ഇതില് ഹീറോയിൻ ആണെങ്കിലും ഇന്ദ്രനെ പറഞ്ഞ പോലെ തന്നെ, ഐ മീൻ വെൻ ഇന്ദ്രജിത്ത് ഇസ് ഡൂയിങ് സംതിങ്, അതിന് വേറെ നമുക്ക് റീപ്ലേസ്മെന്റ് ഇല്ല. അപ്പോ അതിൽ ആസ് എൻ ആക്ടർ ആ ഒരു സ്ക്രീൻ പ്രസൻസും പിന്നെ ആ ഒരു ക്യാരക്ടറായി നമുക്കത് വേറെ ഒരാളെ ചെയ്തിരുന്നെങ്കിൽ നന്നായിനും തോന്നുന്ന, ഐ ഡോണ്ട് തിങ്ക് ഹി ഹസ് ഡൺ എനി ഫിലിംസ് ലൈക്ക് ദാറ്റ് അല്ലേ. അതിലൊരു ഇന്ദ്രന്റെ ഒരു മാർക്ക് എല്ലാ സിനിമകളിലും കാണാൻ പറ്റും, എല്ലാ സിനിമകളിലും. ദി ഓൺലി തിങ് ദാറ്റ് ഐ ഫെൽറ്റ് അബൌട്ട് ഹിസ് ചോയ്സസ് ഇസ് കുറച്ചും കൂടെ എന്താ ചെയ്യാൻ ഇന്ദ്രന്റെ ആക്ടർ ആ ഒരു ആക്ടർ സ്കിൽസ് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടർ കൂടി ഇനിയും വരാനിരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. എനിക്ക് അത്രയ്ക്കും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. ടോക്കിംഗ് അബൌട്ട് ദ ഫീമെയിൽ ആക്ടർ ഓൾസോ, ശാന്തിയുടെ കൂടെ ഞാനും വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ് എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് എന്നുള്ള ആ ഒരു എന്താ പറയാ, ചെയ്യുന്ന ഏത് കാര്യത്തിനും, അഭിനയത്തിന് മാത്രമല്ല ഏതൊരു കാര്യത്തിനായാലും 100% ഇൻവെസ്റ്റ്മെന്റ് ശ്രദ്ധിച്ചിട്ടുണ്ട് ശാന്തി എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഇതില്. ഐ തിങ്ക് ഇറ്റ് വാസ് എൻ എക്സ്ട്രീംലി കറക്റ്റ് ചോയ്സ് ഓഫ് യോഴ്സ്. വെച്ചാൽ പ്രൊഡ്യൂസർ എന്ന രീതിയിലും ഡയറക്ടർ എന്ന രീതിയിലും ഒരു ശാന്തിനെ വെച്ചാൽ ഇതുവരെ നമ്മൾ പല സിനിമകളിലും ഇങ്ങനെ വന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈവൻ ദോ ഇതിലും നമുക്ക് അങ്ങനെ ത്രൂ ഔട്ട് അവരുടെ ഒരു പ്രസൻസ് ഇല്ലെങ്കിലും ഉണ്ടായിരുന്ന സമയത്ത് വളരെയധികം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രസൻസ് കാഴ്ചവെച്ച ഒരു സ്നേഹമൊക്കെ തോന്നുന്ന രീതിയിൽ അല്ലെ, അങ്ങനെ ഒരു ആ ഒരു ക്യാരക്ടറിലേക്ക് പോവാൻ. പ്രത്യേകിച്ച് ആ പാട്ട് അല്ലെ, ആ പാട്ടുകളൊക്കെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹിറ്റായിരുന്നു. ഒരു കാര്യം ഇത് പറയുമ്പോൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതിൽ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ആരൊക്കെയോ ആയേക്കാം എന്ന് തോന്നുന്ന വേറൊരു ക്യാരക്ടറാണ് അശ്വിന്റെ. അപ്പം അശ്വിൻ, ഐ ഡോണ്ട് തിങ്ക് ഐ ഹവ് സീൻ ഹിം ഇൻ ചിലപ്പോൾ ഞാൻ കാണാത്തതായിരിക്കാം. അത്രയും ഒരു ഐ നെവർ ന്യൂ ദാറ്റ് ഹി ഹാസ് സോ മച്ച് പൊട്ടൻഷ്യൽ, സീരിയസ്ലി. അപ്പൊ അത് കണ്ടപ്പോ അല്ല എനിക്ക് തോന്നുന്ന ഒരു സ്ക്രീൻ പ്രസൻസ്, ഇപ്പൊ ഇന്ദ്രനെ പറഞ്ഞ പോലെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ കണ്ണും ഒരു എക്സ്പ്രഷനും ആ ഒരു നിൽപ്പും ഒക്കെ നമുക്കൊരു പേടി തോന്നുന്ന രീതിയിലാണ് അശ്വിന്റെ. ഇത് ഞാനൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇഫ് ദാറ്റ്സ് ഓക്കെ. ചെങ്കൻ എന്ന ക്യാരക്ടർ അതില് ആഹ എന്ന് പറയുന്ന സിനിമയിൽ ഒരു വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ക്യാരക്ടറാണ്. ബട്ട് ഡു യു തിങ്ക് യു ഹാവ് ഡൺ ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ ചെങ്കൻ? ഇപ്പൊ എത്രത്തോളം ചെയ്യാൻ പറ്റുമായിരുന്നോ അത് അപേക്ഷിച്ച് നോക്കുമ്പോ ആ ഒരു ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ്, മേ ബി ദി ആർക്ക്, ഡു യു തിങ്ക് യു ക്യാൻ ജസ്റ്റിസ്? Like you said, അതൊരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് യു നോ വാട്ട് ഐ ഡിഡ്. സോ ഐ മീൻ അതില് 2 വേർഷൻസ് ഓഫ് എഡിറ്റ് ഉണ്ടായിരുന്നു. സോ അർച്ചന നോസ് ദ ഹോൾ സ്റ്റോറി. അതുകൊണ്ട് ആണ് ഈ ക്വസ്റ്റ്യൻ വന്നത്. സി ദ ഓൺലി പ്രോബ്ലം വാസ്, അതായത് ഞാൻ ഇനിയിപ്പോ അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ചെങ്കൻ എന്ന് പറയുന്ന ആ ഒരു ബീസ്റ്റ്, അല്ലെങ്കിൽ ബീസ്റ്റിനെ പോലെയാണ് അയാളെ പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ അയാള് തോബിത്തനോട് കഥ പറയുമ്പോൾ എനിക്ക് ഏറ്റവും രസകരമായിട്ട് അവൻ കോട്ട് ചെയ്ത് ചെങ്കനെ കുറിച്ച് കോട്ട് ചെയ്ത്
ജീവിതത്തിൽ ആരും ശരിക്കും വില്ലന്മാരൊന്നും അല്ല. എല്ലാവർക്കും അവരവരുടെ ലൈഫ് അവര് ഹീറോസ് ആണ് എല്ലാവരുടെയും പെർസ്പെക്റ്റീവില്. എന്ന് പറയുന്ന പോലെ ചെങ്കൻ ഒരു വില്ലനാണെന്ന് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. ദാറ്റ്സ് എ ക്ലീഷേ എന്നാണ് തോന്നിട്ട് പറഞ്ഞത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ ചെങ്കനോട് ജസ്റ്റിസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കന്റെ ഒരു അൺടോൾഡ് ലവ് സ്റ്റോറി ആഹയിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ് ഒരു ജസ്റ്റിസിന്റെ പ്രശ്നം ചോദിച്ചാൽ പറയുന്നത്. പക്ഷെ ഞാൻ അത് ഒരു പക്ഷേ നമ്മൾ ഇതിൽ ഈ സെയിം സിനിമയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷെ മേരിയുടെ ക്യാരക്ടറിന് ഉണ്ടാവാവുന്ന ഡാമേജ് കണക്കിലെടുത്താണ് ആക്ച്വലി അത് ഒഴിവാക്കേണ്ടി വന്നത്. അത് എന്നോട് പറഞ്ഞത് എന്റെ വൈഫാണ്. അപ്പൊ ഒരു സ്ത്രീ പ്രേക്ഷക എന്ന രീതിയിൽ അവൾക്ക് പെട്ടെന്ന് മേരിയുടെ ക്യാരക്ടറിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലായിരുന്നു നമ്മളെ സീൻസ് ചിത്രീകരിച്ചിരുന്നത്. സോ ആ ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ അങ്ങനെ തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും അത് ഫീമെയിൽ ഓഡിയൻസ് കുറെ പേരെങ്കിലും ശ്രദ്ധിക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ മേരി ചെയ്ത് തെറ്റാണ്. അതായത് ആ സീക്വൻസ് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും മേരി ഒരു സ്ലൈറ്റ് സ്മൈൽ ചെങ്ങനെ കൊടുക്കുന്നു എന്ന് മാത്രമേ സ്ക്രിപ്റ്റിൽ പറയുന്നുള്ളൂ. അതാണ് നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇവർ നമ്മുടെ റിലേഷൻഷിപ്പിന് ഒരു ഡെപ്ത് കൂട്ടാനായിട്ട് ഒരു ചെങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നതും മേരി ജീവൻ രക്ഷിക്കുന്നതുമായിട്ടൊരു സീക്വൻസ് ആയിരുന്നു. മേരിയുടെ ക്യാരക്ടർ ഒരു പക്ഷേ ചെറിയൊരു ഡാമേജ് അല്ലെങ്കിൽ എന്താ പറയുന്നത് എന്നാലും മേരി അങ്ങനെ ചെയ്തല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ ആ സീക്വൻസ് വന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കൊരു എന്റെ വൈഫിന്റെ സൈഡിൽ നിന്നൊരു അഭിപ്രായം വന്നു. അപ്പൊ എനിക്ക് തോന്നി അതിനകത്തൊരു ശരിയാണ്, അങ്ങനെ ഒരു ജസ്റ്റിസ് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആ ഒരു സീക്വൻസ് എടുത്ത് മാറ്റിയത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആക്ച്വലി ചെങ്കൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു അൺടോൾഡ് ലവ് സ്റ്റോറി, അയാള് മേരിയോടുള്ള ശക്തമായ പ്രണയത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നൊരു ജസ്റ്റിഫിക്കേഷൻ ഇഷ്യൂ ഉണ്ട് ചെറുതായിട്ട്. അതിന്റെ അകത്തൊരു അർച്ചന, എനിക്കൊരു കാര്യം പറയാൻ ഉള്ളൂ. ഒരു സീക്വൽ ഉണ്ടാക്കാനുള്ള ഒരു പോസിബിലിറ്റി ഒക്കെ എവിടെയെങ്കിലും ഒക്കെ വിടണ്ടായോ? ആൾക്കാർ എവിടെയെങ്കിലും ഒരു തുമ്പിടണ്ടായോ? You are a marketing person before so you prove your character ആണ് ഇതിവിടെ വന്നപ്പോ. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഒന്ന് ചോദിക്കാം. എഗെയിൻ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. So Prem sir, according to you, what are the advantages of the director editing the film and what are the disadvantages? Yeah, fine. See, I've got mixed views on this. The advantages that you have when the editor edits is the point that and oru gunam nu parnal the director has a clear editor editor after he is read the script has a clear understanding of ഏതൊക്കെ ഫ്രെയിം വേണം അല്ലെ ഏതൊക്കെ കളയണം നമുക്ക്. സോ അതനുസരിച്ച് ഒരു പ്രൂണിങ് നടന്നിട്ട് ഉള്ള സാധനയെ നമ്മൾ ഷൂട്ട് ചെയ്തു. അതിൻ്റെ അകത്തുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഓൺ എ ലൈറ്റർ നോട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഡയറക്ടറും എഡിറ്ററും ഒരാളാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡയറക്ടറിന് തോന്നും ഇതൊന്നും കളയണ്ട, ഇതെല്ലാം എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സീനാണെന്നുള്ള സാധനം. സോ ദാറ്റ്സ് ദി ബാലൻസ്. അപ്പൊ മുമ്പ് ഒരു ബിബിൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, നമ്മുടെ ചെങ്കനെ കുറിച്ചുള്ള കാര്യം പറഞ്ഞപ്പോഴും നമുക്ക് അതിൻ്റെ അകത്ത് ദോസ് ഇഫ് ബിബിൻ വിൽ അഗ്രി വിത്ത് മീ ബൈ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോർട്ട് സീക്വൻസസ്, ഏറ്റവും രസകരമായിട്ടുള്ള. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എഡിറ്റിൽ വന്ന് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ നോക്കിക്കഴിഞ്ഞപ്പം വി ഫെൽറ്റ്, പിന്നെ ഈ പറഞ്ഞ പോലെ ബിബിൻ പറഞ്ഞ പോലെ വൈഫിന്റെ ഒരു റിയാക്ഷനും പിന്നെ നമ്മള് കാണുമ്പോൾ ഒക്കെ ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്കും എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഇറ്റ്സ് അവിടെ അതൊരു കറക്റ്റ് ഫിറ്റ് അല്ല. സോ ഇറ്റ് ഡസന്റ് it takes away from the messaging that we want to communicate. Adondana we just let that go, I'm saying. Adana ഒരു file, it's a fine balance that so which we've been also at some point of time acknowledged. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ മനസ്സിലായി അങ്ങനെ ആ രീതിക്ക് അത് പിടിക്കാൻ. ഇല്ലെങ്കിൽ ഏറ്റവും those are one of the best scenes, I'm saying. ഭയങ്കര രസമായിട്ട് ഞങ്ങൾ VFX ഒക്കെ ചെയ്തെടുത്ത സീൻസ് ആണ്. പക്ഷെ അത് നമുക്ക് ആ രീതിയിലില്ല. പക്ഷെ അത് വന്നായിരുന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു വേറെ ബിബിൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ പറഞ്ഞ മേരി എന്ന ക്യാരക്ടറിന് ഒരു കൺഫ്യൂഷൻ, മേരിക്ക് ശരിക്കും ഇന്ദ്രന്റെ ഒരു ക്യാരക്ടറിനായിരുന്നോ സ്നേഹം കല്യാണം കഴിച്ചു, പക്ഷെ വേറൊരാളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നോ എന്നൊക്കെയുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തൊക്കെ വരും. സോ therefore finally the director and the editor's choice was the apt, we decided to go with that, I'm saying seriously. പിന്നെ ഇതിന്റെ ഈ ഒരു പടത്തിന്റെ നമുക്കൊരു one of the USP that we did as Bibin also comes from an ad film background. Audience feedback or
ക്ലോസ് ടാർഗറ്റ് ഗ്രൂപ്പ് ഫീഡ്ബാക്കുകളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാ ഓരോ വേർഷൻ നമ്മൾ എഡിറ്റ് ചെയ്ത് വേർഷൻ വരുമ്പോൾ തന്നെ നമ്മൾ വി യൂസ് ടു ആക്ച്വലി ബ്രിങ് ഇൻ കോമൺ പീപ്പിൾ ടു സിറ്റ് ഡൗൺ ആൻഡ് വാച്ച് ദ ഫിലിം. ഫ്രഷ് ആയിട്ട് കാണുന്നവരുണ്ടായിരുന്നു. പിന്നെ ബിബിൻ അറിയാം, വി യൂസ് ടു ഹയർ പ്രിവ്യൂ നടത്തിയിട്ടുണ്ട് നമ്മൾ. എല്ലാ ഏജ് ഗ്രൂപ്പിലെയും ആൾക്കാരെ ഇരുത്തിക്കൊണ്ട് ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇല്ലയോ ആ രീതിക്കാണ് ഇത് എഡിറ്റ് ചെയ്തപ്പം. ദാറ്റ് ഈസ് ദ അപ്രോച്ച് ദാറ്റ് ഹി ടുക്ക്, ഐ ആം സേയിങ്, ടു എഡിറ്റ് ദിസ് മൂവി. ഓക്കെ ബിബിൻ, ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇതൊരു ഭയങ്കര വലിയൊരു ചാലഞ്ചാണ്. എന്ന് വെച്ചാൽ സ്പോർട്സ് മൂവി ആദ്യത്തെ സിനിമ അങ്ങനെ ആവുക എന്ന് പറയുന്നത് ഒരു വലിയ ചാലഞ്ച് തന്നെയാണ്. അപ്പൊ ആ ഒരു ചാലഞ്ച് ഇപ്പൊ ബിബിൻ പറയുന്നത് അനുസരിച്ചും പ്രേം സാർ പറയുന്നത് അനുസരിച്ചും കാണികളുടെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസ് അനുസരിച്ചും ഇപ്പൊ നമ്മളൊരു മിഡ് ഫേസിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ ഭയം കൊണ്ട് പോവാത്ത പേരുണ്ട്. OTT-യിലേക്ക് വരും എന്ന് വിചാരിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്നവരുണ്ട്, ഇൻക്ലൂഡിങ് മീ. അപ്പൊ ഇങ്ങനെയൊക്കെ പലതരം സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് കണ്ട ആൾക്കാരൊക്കെ നല്ല അഭിപ്രായം പറയാ എന്ന് പറയുന്നത് ഒരു ഡെബ്യൂ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ഇനി അടുത്ത ജേർണി എന്ന് പറയുന്നത് കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കും അല്ലെ. നെക്സ്റ്റ് ഒരു OTT ആണെങ്കിലും തിയേറ്റർ ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും പ്ലാറ്റ്ഫോം ഏതായാലും അടുത്ത ജേർണിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു ആഹാടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉറപ്പായും ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെയായി? അങ്ങനെ അല്ല, ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല എന്താണ് ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിംഗ് സൈഡില് ഞാൻ ഇത്തവണ ഇതിൽ ആഹയിൽ ഇരുന്നപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് ഒരുപാട് ഡീവിയേഷൻസ് വന്നിരുന്നു. അത് പ്രേം സാറിനോട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അത് ഇനി സംഭവിക്കരുത്. നമ്മളൊരു പ്രൊജക്ഷൻ കൊടുക്കുമ്പോൾ ഞാനും കൺട്രോളറും കൂട്ടുന്ന ഒരു പ്രൊജക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ പോകാതെ സേഫർ ലൈൻസ് കീപ്പ് ചെയ്ത് പരിമിതികളെ മനസ്സിലാക്കി, എന്നാൽ പരിമിതികൾ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രിയേറ്റീവ് എസൻസിൽ നിന്ന് താഴേക്ക് പോവാതെ പരിമിതികൾ നമ്മൾ അറിഞ്ഞ് ആ ബഡ്ജറ്റിനുള്ളിൽ നിന്ന് ചെയ്യുക എന്നുള്ളൊരു അങ്ങനത്തെ ഒരു വീഴ്ച ഇനി വരരുത്. കാരണം ഞങ്ങൾ കൊടുത്ത പ്രൊജക്ഷൻ നിന്ന് മുന്നോട്ട് വന്നിരുന്നു ബഡ്ജറ്റ്. അല്ല, എനിക്ക് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. അപ്പം ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഇതില് സ്ക്രിപ്റ്റ് എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ചെയ്തത് ഇനിയും ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം പിന്നീട് പല സീക്വൻസസ് ജോയിൻ ചെയ്യുമ്പോഴാണ് എനിക്ക് ഒരു പക്ഷേ ഇതില്ലായിരുന്നെങ്കിൽ പ്രശ്നമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അമിതമായി ഷൂട്ട് ചെയ്യുന്ന ചില സാധനങ്ങൾ നമുക്ക് കംപ്ലീറ്റ്ലി ടേക്ക് അവേ ചെയ്യാൻ പറ്റും. വെൽ എഡിറ്റഡ് സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് മനസ്സിലായി. സോ ദാറ്റ്സ് എ ലേണിംഗ്. അങ്ങനെ ഈ 2 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ചെയ്യാൻ പാടില്ല എന്ന് തോന്നുന്നത് ഒരു കാരണവശാലും അല്ല, ഞാൻ അതിൽ ആക്ച്വലി ആ ജസ്റ്റിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം കാസ്റ്റിംഗിൽ ഒരു കോംപ്രമൈസ് ചെയ്യരുത്, ക്യാരക്ടർ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടർ ആയിരിക്കണം ചെയ്യുന്നുള്ള കാര്യം അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. Okay, so the same question I'm passing it over to you, Prem sir. അടുത്ത സിനിമ ചെയ്യുമല്ലോ അല്ലേ? പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂട്ടുള്ള നല്ല ആൾക്കാർ കൂടെ ഉണ്ടെങ്കിൽ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ബിബിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഇപ്പൊ അടുത്ത സിനിമ എന്ന് വരുമ്പോൾ വാട്ട് ആർ യുവർ ടേക്ക് അവേസ്? മേ ബി 3 ടേക്ക് അവേസ് എന്തൊക്കെയായിരിക്കും? I mean, lot of takeaways I'm saying in that. I mean, one of the biggest takeaways is, എന്ന് പറഞ്ഞാല് ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇതൊരു I think from a business angle, the whole model needs to be relooked at once again. Very, very, ഭയങ്കര മൈക്രോ ലെവലില് ഈ മോഡലിനെ നമ്മളൊരു ഫിലിം മേക്കിംഗ് എന്നല്ല ഓരോ പ്രൊജക്ടിന്റെ ഓരോ മോഡലിനെ നമ്മൾ നോക്കണം. റീസൺ ബിക്കോസ് ഇപ്പോഴത്തെ സ്പെഷ്യലി വെൻ തിയേറ്റേഴ്സിന്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഓഡിയൻസസ് വരുന്നില്ല അല്ലെ വരുമ്പം തന്നെ പഴയതുപോലുള്ള നമുക്കൊരു ബൂസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് റവന്യൂ ഫ്രം തിയേറ്റർ ഇസ് സംതിങ് ദാറ്റ് യു കാൻ't be very sure about, So therefore, ideally is what you should be looking at is maybe a satellite value, OTT, or other rights. അതിന്നുള്ള ഒരു റവന്യൂ ആയിരിക്കും പ്രൈമറി നമ്മുടെ മേജർ റവന്യൂ വരുന്നുള്ളത്.
സോ ആ രീതിക്ക് ഇതൊന്ന് ഒരു പ്രൊജക്ടിനെ സക്സസ്ഫുൾ ആക്കണമെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ കോർ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. That's something that I think primary, first and foremost, one needs to look at, you know. അതിപ്പോ ഈ ഒരു പടത്തിന്റെ നമ്മൾ ഈ ഒരു 2-2.5 കൊല്ലം ഈ പടം ഓണാക്കിയ മൂലം ഇപ്പം തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പം വരെയുള്ളൊരു പ്രോസസ് ഉണ്ട്. അപ്പൊ അതിന്റെ എല്ലാ each and every stage, you know, I've kind of, I mean, lot of learnings from there, you know, as to what do's and don'ts, എങ്ങനെ സക്സസ്ഫുൾ ആക്കണം. I mean, to be very honest, ഈ പടം തീർക്കുന്നവരെ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. പക്ഷെ തീർത്തു കഴിഞ്ഞ സിനിമ തിയേറ്ററിൽ കൊണ്ടുവന്നപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് പടം തീർക്കുന്ന 30% എഫേർട്ടേ ഉള്ളൂ. 40% 60% എഫേർട്ട് ബാക്കി ഇത് കൊണ്ടുവന്നിട്ട് ബാക്കി കാര്യങ്ങളുടെ ഹോൾ ഈ ഒരു പ്രോസസ്സിനെ കൾമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടാണ് ഈ വിഷയം എന്ന് പറയുന്നത്. ചാലഞ്ചസ് ഉണ്ട്, കണ്ടുപോകാനും ചാലഞ്ചസ് ഉണ്ട്. Then when you are a newcomer, you have your own challenges. I mean, there are pressures from this thing. I mean, അങ്ങനെയൊക്കെ ഒത്തിരി I don't want to name out, I'll list out a lot of things that, you know, we face during this thing, but you know, very unhealthy competition, unethical things, ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങൾ ഈ ഒരു തിയേറ്റർ റിലീസിന്റെ പ്രോസസ്സിലൊക്കെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് പക്ഷെ ഇതൊക്കെ ഒരു ലേണിംഗ് ആണ്. ഇപ്പൊ അടുത്ത പ്രാവശ്യം പടം ചെയ്യുമ്പോൾ എന്തോ ചെയ്യേണ്ടത്, ഈ രീതിക്ക് ഇത് തിയേറ്ററിൽ ഇറക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം, ഏത് രീതിക്ക് പ്രിപ്പയർഡ് ആയിരിക്കണം, വാട്ട് ഹാസ് ടു ബി യുവർ ചോയ്സ് ഓഫ് പീപ്പിൾ ഹു ആർ ഗോണ ബി കൈൻഡ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ദിസ് ഹോൾ പ്രോസസ്. അതൊക്കെയാണ് നമുക്ക് ഉള്ള ഒരു ചാലഞ്ച്. ഐ മീൻ ലോട്ട് ഓഫ് ലേണിംഗ്സ്. ഞാനിപ്പോ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ അത് ഇറ്റ് വിൽ ബി ലൈക്ക് അറ്റാക്കിംഗ് one particular cross section of people and things like that, but I don't want to do that. But the point is, I'm saying, yeah, ee oru samayatha it's been very, very upsetting and worrying at some point of time, you know, when you think of all those things which has happened, you know. I mean, and that too, when in an industry when new people, they come with dreams, they put in their efforts, money, everything to kind of make it work. And you know, that those are those learnings I want to make sure that in a project നമ്മൾ ചെയ്യുമ്പോൾ പോലും അതൊക്കെ all these things have to be taken care of. വെരി വെൽ സെഡ്. അതെ, ഒരു എനിക്ക് തോന്നുന്നു ഇത് ഈ ഒരു ലേണിംഗ്സ് എന്നാണ് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആവാനും കുറച്ചും കൂടെ ശ്രദ്ധിക്കാനും കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളിലും. അത് പറയുമ്പോഴാണ് വൺ തിങ് ദറ്റ് ഐ നോട്ടീസ്, മേ ബി ഐ എം റോങ്, ഒരു ആഹയുടെ ബിക്കോസ് ആഹയുടെ ഭാഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ ത്രൂ ഔട്ട് പ്രോസസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പറ്റുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് ഇന്റർവ്യൂസ് ആയാലും പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയാലും. ഒരു കാര്യം ശ്രദ്ധിച്ചത്, നോട്ട് ജസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ആഹ, ഇത് രണ്ടുപേരോടും കൂടിയുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, ജസ്റ്റ് കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ഈ ഒരു 2021 ഈ ഒരു സമയത്ത് ഒക്ടോബർ നവംബർ സമയത്ത് റിലീസ് ചെയ്ത സിനിമകളെല്ലാം അതിന്റെ ഒരു അപ്രോച്ച് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും വളരെ കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. എന്ന് വെച്ചാൽ തിയേറ്ററിൽ റിലീസ് ചെയ്താൽ എങ്ങനെയായിരിക്കും, ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ഇല്ല OTT മാത്രം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര പേര് കാണും, ഏത് OTT, ഷുഡ് ഇറ്റ് ബി ജസ്റ്റ് റീജിയണൽ OTT ലൈക്ക് നമ്മുടെ നാട്ടിലുള്ളത് മാത്രം മതിയോ, അല്ല നാഷണൽ ഓഡിയൻസിലേക്ക് പോകണോ, അങ്ങനെയുള്ള പലതരത്തിലും. അതെല്ലാം പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ ബാധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. ഈവൻ വിത്ത് റെസ്പെക്ട് ടു ആഹ ഞാൻ ശ്രദ്ധിച്ചത് ഓൺലൈൻ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓൺലൈൻ പ്രസൻസ് നല്ലോണം ഉണ്ടായിരുന്നു. അതേസമയം ആഹ പോലെയുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് സിനിമ, കുട്ടികളായാലും ആബാലവൃദ്ധ ജനങ്ങൾ ഒരുപാട് ആസ്വദിച്ച് കാണാൻ സാധ്യതയുള്ള സിനിമ, ഇവരെല്ലാവരും ഇപ്പോഴും എനിക്ക് തോന്നുന്നു, ശരിയാവോന്ന് അറിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 60% ഓഫ് കേരള ഓഡിയൻസ് സ്പെസിഫിക്കലി ഇപ്പോഴും TV ഓഡിയൻസ് ആണ്. അവർക്ക് ആ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ടെലിവിഷൻ ഓർ ന്യൂസ് പേപ്പർ ടു ആമസോൺ ഓർ നെറ്റ്ഫ്ലിക്സ് സോണിൽ ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മേ ബി അതൊരു ഡെമോഗ്രാഫിക്സിന്റെ ബേസിസിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആൾക്കാരായിരിക്കാം എപ്പോഴും OTT ഉള്ളത്. ഡു യു തിങ്ക്, എനി വൺ ഓഫ് യു തിങ്ക് that your promotional strategies or marketing strategies could also have included television as a major point? From a marketing angle, നമ്മൾ ഈ പടത്തിന്റെ ഒരു തീം, നമ്മളെ 2 കൊല്ലം പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 കൊല്ലം ഈ പടം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ വളരെ സട്ടിലായിട്ടുള്ള മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു one of the biggest USPs of the movie was, you know,
this movie highlights a local sport of Kerala, which is tug of war, right? But we thought, because, I always believed right from day one that this particular content as a subject had an international appeal. Because always people wanted to know what's going on. That is something which works now, localized sadhanam internationally so for that matter, having worked extensively in Bombay, I can today confess the fact that there were so many of these studios who were interested, in partnering with us or associating with us to take this, globally. But the point is, COVID hit നമുക്ക് ഇതൊന്നും അങ്ങോട്ട് മുന്നോട്ടൊരു ഡിസ്കഷൻ പോകാതിരുന്ന ഇതൊക്കെ നിന്നുപോയത്. അങ്ങനെയാണ് നമ്മൾ ഇതിലുള്ളത്. പക്ഷെ നമ്മൾ ആദ്യം മുതലേ ഞങ്ങൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരുന്നു ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കൊടുക്കേണ്ട ഒരു പടമാണ് ആൾക്കാർക്ക്. ആദ്യം മുതലേ നമുക്ക് അതൊരു we were very, very sure. Like, for example, right from the cast, crew, everybody thought that this is a movie where, which we wanted to give our audience a theatrical experience. It was a very, very kind of tricky situation for us because pudiya production company, pudiya producer, pudiya director, pudiya script writer, ivarokke aagumbam in an existing environment alle ippolte oru filmy ecosystem il ivarokke varumbam when you go to a prospective buyer and tell them on a platform and tell them, oh, this is what I've created, look at the teaser or look at the trailer and tell me, let's associate in the Varna, there are big question marks. People haven't seen the full content today, അവിടാണ് ഏറ്റവും നമുക്ക് വന്ന ഒരു ചലഞ്ച്. ബിക്കോസ് ഇപ്പം മറ്റേന്ന് പറഞ്ഞാൽ ബ്രാൻഡ് നെയിംസിന് മണ്ടയ്ക്ക് പോകുന്ന കച്ചവടങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ ബിസിനസ്സസ് നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ നമ്മളെല്ലാം ഇരിക്കുന്നത്. whatever the content is, I'm not going, ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. പക്ഷേ അവിടാണ് ഇത് വരുന്നത്, നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഒരു ആംഗിൾ. നമ്മള് എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ for us we knew that very clearly we had two sets of audiences. One, Vadambili fans were our big audience, major chunk who were with us, and then we had the normal audience who would like the movie. If you look at the film also, as you know, it will completely fully packed cinema, which is a sports drama. It's got it's a family entertainer, family threads and all. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉള്ള ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളിപ്പോൾ ഡെലിവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുകൂടി അതിന്റെ ഒരു നമ്മളൊരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് വീട്ടുകാർക്ക് അല്ലെങ്കിൽ women have liked and children have liked the film more than the men, which is which is something that we did market it that way also, because for us we said families also need to come in, because the success of a film also depends on how many families come in and they are ഇല്ലെങ്കിൽ ആദ്യത്തെ നമ്മുടെ ഒരു ഇനീഷ്യൽ നമ്മുടെ ഒരു ഡിപ്സ്റ്റിക് റിസർച്ചിലൊക്കെ ആദ്യം ഈ പടം നമ്മൾ സാറ്റലൈറ്റ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴൊക്കെ എല്ലാവരും പറയും ഇതില്ലേ വടംവലിക്കാർക്ക് വേണ്ടി മാത്രമുള്ള പടം വരും. അങ്ങനല്ല, ഇപ്പോഴാണ് പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അവർക്ക്. അപ്പം സോ വി ഓൾസോ ഓവർ എ പീരീഡ് ഓഫ് ചേഞ്ച്ഡ് ആർ ലൈൻ ഓഫ് മാർക്കറ്റിംഗ്. ഇതൊരു ഫാമിലി പടമാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുകയും അതൊരു ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ ഫാമിലീസ് കയറുന്നോണ്ട് അതൊരു പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഫാമിലി ഓഡിയൻസോട് കയറുന്ന ഒരു അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പടമായിട്ട് മാറിയിരിക്കും. സോ ദാറ്റ് ഈസ് ദി അപ്രോച്ച് ദാറ്റ് വി ടുക്ക് വെൻ ഇറ്റ് കെയിം ടു മാർക്കറ്റിംഗ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച വേറെ ഒരു സൈഡ് ക്വസ്റ്റ്യൻ അതുമായി അനുബന്ധിച്ച് എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്, ഈവൻ ഇഫ് യു വോണ്ട് ദി ഫാമിലി ഓഡിയൻസ് ടു കം ഇൻ തിയേറ്ററിലായാലും നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് വാസ് ഇറ്റ് 90% സ്റ്റക്ക് ടു ഓൺലൈൻ. കാരണം ഇപ്പൊ ടെലിവിഷനിലായാലും റേഡിയോയിലായാലും ട്രഡീഷണൽ വേസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. പക്ഷെ അതിൻ്റെതായ ഗുണം എനിക്ക് തോന്നിയത് ഈ പോസ്റ്റ് കോവിഡ് അറിയില്ല, പോസ്റ്റ് കോവിഡ് ആണോ അല്ല കോവിഡ് ആണോ അറിയില്ല, വിത്ത് ന്യൂ വേരിയന്റ്. ബട്ട് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ അവിടെ ഇല്ല എവിടെ ഇല്ല എന്ന് പറയുന്ന സ്ഥിതിയിൽ ഐ തിങ്ക് എ മിക്സ്ഡ് അപ്രോച്ച് ഓഫ് ബോത്ത് ട്രഡീഷണൽ ആൻഡ് ദി ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വുഡ് ഹാവ് ബീൻ എ ബെറ്റർ മാർക്കറ്റിംഗ് ടെക്നിക്. അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയ. I completely agree with you on this.
നമ്മുടെ ഇനീഷ്യൽ മാർക്കറ്റിംഗ് പ്ലാൻ, ഇതിൻ്റെ അകത്തുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ what we wanted to do is, Bibin also knows, and we had some extensive plans. We wanted to do a വടംവലി മത്സരം, ഓൾ കേരള വടംവലി മത്സരങ്ങൾ ലോക്കൽ ലെവലിൽ നടത്തി, ഡിസ്ട്രിക്ട് ലെവലിൽ നടത്തി, സ്റ്റേറ്റ് ലെവലിൽ നടത്തി, അതിനെ കൾമിനേറ്റ് ചെയ്ത് നമ്മള് ഒരു സ്റ്റേറ്റ് കോമ്പറ്റീഷൻ കൊണ്ടുവന്ന് നടത്തി. അത് കഴിഞ്ഞ് അതിന്റെ 2 days ലേറ്റർ ഫിലിം റിലീസ് ചെയ്യും. അങ്ങനെയൊക്കെ ഒത്തിരി ഓൺ ഗ്രൗണ്ട് ആക്ടിവിറ്റീസിനെ ടൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ കോവിഡ് വന്ന് ചാടുകയും നമുക്ക് ഓഫ്ലൈനായിട്ട് കൂടുതൽ ഒന്നും അധികം ഈ ഒരു സ്പോർട്ടിന് വേണ്ടി നമുക്കൊന്നും അധികം ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയായിപ്പോയി. പിന്നെ ഈ മൂവി ഒരു കുറിപ്പോ അല്ല, മറ്റേ ഒരു മൂവി അല്ല, ആ രീതിക്കുള്ള ഒരു രീതിക്ക് ഇത് പുഷ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു രീതി. അപ്പൊ അവിടാണ് നമുക്ക് വന്ന ഒരു ചാലഞ്ച്. ഐ ടേക്ക് യുവർ പോയിന്റ് ബിഗ്, ലൈക്ക് ദാറ്റ് ഇതിനെ കുറച്ചുകൂടെ ഓഫ്ലൈൻ. ബട്ട് അതിൻ്റെ അത് അതിന്റെ ഒരു വശം ഓൾസോ ഇസ് ദ ഫാക്ട് ദാറ്റ് നമ്മളിപ്പോ ഇഫ് യു ലുക്ക് അറ്റ് കസ്റ്റമർ വ്യൂയിങ് പ്രിഫറൻസസ്, ഇവരെല്ലാരും ഇപ്പൊ എന്നോടൊക്കെ കുഴപ്പമില്ല, ഞാനിപ്പം ഐ കീപ് ആസ്കിങ് പീപ്പിൾ, ബിക്കോസ് ഐ എം എ മാർക്കറ്റിംഗ് ഗായ്, ഐ വാണ്ട് ടു നോ അറ്റ് എവറി പോയിന്റ് ഓഫ് ടൈം ആൾക്കാർ കണ്ടോ ഇല്ലയോ, കണ്ടില്ലെങ്കിൽ എന്തോ ആണ് കാരണം. ഇത് ആൾക്കാരോട് ചോദിക്കുമ്പം ആൾക്കാർ കുഴപ്പമില്ല, ഒരു മാസം കഴിഞ്ഞ് OTT TV വരുമല്ലോ, സാറ്റലൈറ്റ് വരുമല്ലോ, അന്നെല്ലാം കണ്ടോളാം, ഇപ്പം ധൃതിയില്ല. അല്ലെ എന്തുകൊണ്ട് ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോയി, ഇതിന്റെ ഇടയ്ക്ക് കയറിപ്പോയിട്ട് ഈ അസുഖത്തിന്റെ ഇടയ്ക്ക് പോലും നമുക്ക് ഇതുമാണ്. അപ്പൊ ആ രീതിക്ക് those are the precautions people are taking. But for us, it is a very, very important decision to release this, because at the end of the day, even if I have to make a sale or people to see this movie, to market this movie, or maybe to get into a business deal with someone, people have to see the content. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രഷ് ആൾക്കാരുടെ നമുക്കൊരു ചലഞ്ച് അതാണ്. നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് ഇപ്പം നമ്മൾ എന്തോ പറഞ്ഞാലും വിശ്വസിച്ച് അവർക്ക് ശരിക്കും അത് കാണണം, എന്നാലേ അവർ വിശ്വസിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടായിരുന്നു. So, I really take your point that it was a mix of this thing, more of online. But അതുകൊണ്ട് we said greater push into online, because at the end of the day today people are all hooked onto their devices. അപ്പൊ അവിടെ അത് ചെയ്താൽ, because visibility. എന്നാൽ ഇപ്പൊ ഈ ഇറങ്ങിയ leaving aside the big films, I'm saying like a Kurup or somebody, I'm just taking name of Kurup, അല്ലാതെ ബാക്കി പടങ്ങളിൽ ഇറക്കിയാൽ we have done maximum outdoor visibility. In terms of hoardings, we have done other point of key customer touch points. ഒക്കെ ഉള്ള സാധനങ്ങൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്. But I know it's not enough. The point. That's the reality. അതെ, I was just thinking about the kind of interviews that we used to watch when a film is about to release. Televisionൽ, online, ഏഷ്യാനെറ്റിലും അതുപോലെ സൂര്യയിലൊക്കെ വരുന്ന ഇന്റർവ്യൂസ്, അവരെന്താ പറയാൻ പോകുന്നത്, പ്രൊഡ്യൂസർക്ക് എന്താ പറയാനുള്ള, ഡെബ്യൂ ഡയറക്ടറാണ്, അവർക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നി അത് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നില്ല. നോട്ട് ജസ്റ്റ് ആഹ, ബട്ട് ഏത് സിനിമയായാലും നമ്മളത് മറന്നുപോയി എന്ന് തോന്നുന്നു. അങ്ങനെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ള കാണികൾ ഉണ്ട് തോന്നുന്നു ഇപ്പോഴും. ഇപ്പോഴാവാൻ നമുക്കത് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു സമയം. വീണ്ടും കംപ്ലീറ്റ്ലി ബാക്ക് ടു നോർമൽ, ബാക്ക് ടു ഓൺലൈൻ പ്ലാറ്റ്ഫോം 2023 it is post COVID era ആവാൻ സാധ്യതയുണ്ടായിരിക്കാം. പക്ഷെ തോന്നിയ ഒരു ജസ്റ്റ് സജഷൻ. So therefore there are a lot of learnings that we need to kind of from this whole making, I'm saying, the process. Just Prem, you may I would request how you got connected to Archana. Is that the media connection or and that's a pleasant story. That's a pleasant story. നമ്മൾ ആദ്യം കുറച്ച് എനിക്കറിയാം കുറച്ച് ഇത് സബ്ടൈറ്റിൽസ് ഒക്കെ വേറെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പടം കണ്ട് അല്ലെങ്കിൽ ഇത് കണ്ടപ്പോ മനസ്സിലായില്ല, എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാമെന്നുകൊണ്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാല് ഈ ഇംഗ്ലീഷ് ലെവൽ ഓഫ് ഇംഗ്ലീഷ് പറ്റത്തില്ല. ദാറ്റ് ഇസ് വൈ ഐ then got one of our best friends. I was just scouting around for somebody who can write good English, I'm saying. So therefore that is how I was referred to Archana's name, and when I spoke to her I thought she was the right person. And then since she is based in Bangalore, കുറച്ചുകൂടെ ഞങ്ങളെക്കാട്ടിലൊക്കെ കൂടുതൽ ഇംഗ്ലീഷിനെ മണ്ടൊക്കെ പെടുത്താൻ കാണുമല്ലോ, അതുകൊണ്ട് but it's been a very, very sweet and a very interesting journey with her. And ഇതിനകത്ത് എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, Bibin will also agree to it. For me as a new producer, when I was not part of this whole
industry as such. I mean, for me, this is quite new. But process, I'm saying, there are so many good people who got associated with us, I'm saying, really good people. I mean, especially I can tell you, Namade Star Cast, okay, everyone really good human beings, I mean, right from Indran to Shanti to Ashwin to you, Anujetan, I mean, everybody. That was the beauty of working in this field. I mean, despite we had so many challenges, even today I can tell you we are just like that one family, of AAHA who have been working in, who have worked. This project കഴിഞ്ഞിട്ട് എത്ര നാളായി എന്നിട്ട് പോലും വളരെ ക്ലോസ് ആയിട്ട് ഇന്റിമേറ്റ് ആയിട്ട് ഞങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു one of the best takeaways. I mean, despite all the challenges that we had, one of the best takeaways is this, I'm saying. I mean, that is when you feel that, I'm saying, okay, I mean, like Archana, you are one of them, ആ സമയത്തൊക്കെ. Because എനിക്ക് പേഴ്സണലി ഐ ക്യാൻ ടെൽ യു, ഞാൻ ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് വന്ന ആദ്യത്തെ കോവിഡ് വന്നു, നമ്മൾ ഇത്രയും 8 മാസം ചുമ്മാതിരുന്നു, ഇപ്പൊ ഈ സിനിമ ഒന്നും മൂവ് ചെയ്യുന്നില്ല, the kind of money is blocked and things like that. For anyone for that matter, how much of stress when we'll be able to kind of get this out into the theaters, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കാണിക്കാൻ പറ്റും എന്നൊക്കെ വരുമ്പോഴൊക്കെ ഈ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ പല ആൾക്കാരും I'm saying literally have called me, and told me, they've been so supportive, at times, we are with you and things like that. That is something really mattered to me as a person in this whole project. I've spoken to Archana, a few months back. She's a, good source of inspiration, of course. Adding to that, Bibin, I saw Bibin's video about belief and manifestation. So a set of new generation people who think that there is a strong point in belief, inspiration. So why can't all of you give a word about, സമ്പൂർണമായിട്ട് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച് ഈ സിനിമ സംഭവിച്ചത് തിയേറ്ററിൽ എത്തി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ബിലീഫ് റിയാലിറ്റി ആവുന്നത് കാണാനായിട്ട് സാധിച്ചു. അതിന്റെ കൂടെ ലീവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ ഒരു ഡെസ്റ്റിനിലേക്ക് വാക്ക് ഇൻ ചെയ്ത് കയറി അതിലൂടെ ട്രാവൽ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും ആ ട്രാവൽ, ആ ജേർണിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്വപ്നം കണ്ടതാണ്, ഞാനും എന്റെ ബെറ്റർ ഹാഫും ഞങ്ങൾ ഒരുമിച്ച് സ്വപ്നം കണ്ട ഒരു ജേർണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച ബിലീഫ് ആൻഡ് മാനിഫെസ്റ്റേഷൻ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ വിശ്വാസത്തിന്റെ അങ്ങേയറ്റം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ അൺബ്രേക്കബിൾ അല്ലെങ്കിൽ വളയാത്ത ഒടിയാത്ത വിശ്വാസം ഉണ്ടെങ്കിൽ യു ക്യാൻ മാനിഫെസ്റ്റ് എനിത്തിങ് ഇൻ ദ സെൻസ് വേറൊന്നുമല്ല. ഐ ബിലീവ് ദാറ്റ് ഇതൊരു കോസ്മിക് ബ്ലെസ്സിങ് ആണ്. ഇതൊരു കർമ്മയുടെ വർക്കാണ്. അപ്പൊ സോ യു ജസ്റ്റ് ബിലീവ് ആൻഡ് ഡു വാട്ട് യുവർ ഹാർട്ട് സേസ്, അല്ലെങ്കിൽ വാട്ട് യുവർ പാഷൻ ഈസ് ഓൾ അബൌട്ട്. അപ്പൊ അതിൽ ബിലീവ് ചെയ്യുക, whatever comes in. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കുന്നോ നേച്ചർ അതിനനുസരിച്ച് നമ്മുടെ റിയാലിറ്റിയെ ലൈക്ക് ലീവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കത് എന്റെ റിയൽ ലൈഫിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഈ സിനിമയുടെ മേക്കിംഗിൽ ഇതിന്റെ എല്ലാ പ്രോസസ്സിലും ഒരു ബ്ലിസ്, ഒരു ലൈക്ക് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഹോളി പ്രസൻസ് ഞങ്ങൾക്ക് ഈ സിനിമയിൽ. എനിക്ക് പ്രേം സാറും ഞങ്ങളത് ഞങ്ങളുടെ പൂജയുടെ സമയത്ത് വരെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, ഒരു ഹോളി ഗൈഡൻസ് എവിടുന്നോ കിട്ടുന്ന പോലൊരു ഇതുണ്ടായിരുന്നു, അനുഭവം ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ ബിലീഫ് ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്നുള്ള കാര്യത്തിൽ സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അതിനെ എന്റെ ലൈഫിന്റെ എക്സ്പീരിയൻസ് ഇതാണ് എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും. ഇപ്പോഴും സ്റ്റിൽ ഐ ബിലീവ് AAHA will do magic, AAHA will do miracles. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഐ ലവ് ടു ബിലീവ് ലൈക്ക് ദാറ്റ്. Great. I think Prem, did the belief and manifestation work for you as well? I did. For me, basically, after having put in about 30 years of professional experience, there was a midlife crisis. I'm a management guy, so therefore always there's a midlife crisis on what to do. At some point of time, I still believe this, and this is what when I go to some of these management colleges to give this little small gyan or lectures, I keep telling them, you should chase your passion at some point of time. At some point of it's very, very important to chase your passion. So at some point, I had a choice at some point of time to kind of relocate to Kerala to chase my passion, and my family supported that well. Everybody was saying, so therefore, that's how I got into this, I'm saying.
Our belief, the only thing is, you need to be sincerely working towards it. You know what I'm saying? And as Bibin said, there was some kind of a divine intervention at all point of time, in this whole process. That's why, COVID ഒരു കോണ്ടന്റും ആൾക്കാരുടെ മുന്നിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ഉണ്ടാക്കാൻ കാഴ്ചവെക്കാൻ പറ്റിയ ആ ഒരു ഇൻവെൻഷനാണ്. പിന്നെ for me I'm very, very clear, not to do anything which my conscience doesn't allow me to do, and be truthful and kind of, and at the end of the day, I want to be a good human being. That's what is important for me. I'm saying, and that's it. If you can make a difference in one or two people's lives, obviously, that's the biggest achievement that you can get in life. Archana, now you should also speak about, because when we spoke first, Archana was crazy about theatre. Then Archana is she was also a guest lecturer, and she was doing media training to people who were in need of that. Actually, that was even interesting. It's not like she was doing it for for making a lot of money. People in the industry, they would need that kind of a support. So many do not know what Archana is doing. So in connection to that, if you could tell a few words. എന്റെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ എല്ലാ ദിവസവും സമാധാനമായിട്ട് ഉറങ്ങണം. എനിക്ക് അത്രയ്ക്കേ ഉള്ളൂ. ദാറ്റ് ഇസ് നത്തിങ് ബിയോണ്ട് ദാറ്റ്. അതിന്റെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങള് സന്തോഷത്തോടെ ചെയ്യണം. അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു വലിയ എന്താ പറയാ ഒന്നുമില്ല. സീരിയസ്ലി അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് യു സെഡ്, ആശിഷ് പറഞ്ഞ പോലെ ഞാൻ പാവപ്പെട്ട അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാറുണ്ട്, ഇപ്പോഴും എടുക്കാറുണ്ട്. പിന്നെ ഗസ്റ്റ് ലെക്ചേഴ്സ് എടുക്കാറുണ്ട്. ഇവിടെ ബാംഗ്ലൂരിലുള്ള കോളേജസിൽ ഒരുവിധം എല്ലാ കോളേജസിലും കവർ ചെയ്യാറുണ്ട്. അതെന്റെ പാഷനാണ്, പഠിപ്പിക്കുക എന്നുള്ളത് ഒരു പാഷനാണ്. പക്ഷെ ഫുൾ ടൈം ആയിട്ട് ഒരു കോളേജിൽ സ്റ്റക്കായി നിൽക്കാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി നടന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്ന്. പിന്നെ ഇടയ്ക്ക് സിനിമ കഥ എഴുതും. ഇപ്പൊ ഒരു തിരക്കഥ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ബോറടിച്ചപ്പോ സബ് ടൈറ്റിൽ ചെയ്തു. പിന്നെ അതിനുശേഷം ഇപ്പൊ ഇന്ന് സത്യം പറഞ്ഞ ഒരു വെബ്സൈറ്റിന് ഒരു B2B കണ്ടന്റ് ആണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. I'm not saying that I'm not focused. I know what I want. പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ തിരക്ക് പിടിച്ച ഓട്ടം ഇല്ല. എന്റെ മൈൻഡ് ഇസ് എ വെരി സ്ലോ ലൈഫ്, and I would like it to be that way. Startup ഉണ്ട് Talkative എന്ന് പറഞ്ഞിട്ട്. I do artist representation, I do all these content development and marketing and all that, but the only person who is working for this Talkative for the last 1.5 years is just me, only because I don't want to get into that business oriented mindset and then get more people, have an office and then run around and not me. അപ്പൊ അങ്ങനെ ഒരു ലൈഫ് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്തത്. ഡെഡ് ലൈൻസും അങ്ങനത്തെ കാര്യങ്ങളും വെച്ച് ജോലി ചെയ്തിട്ടുണ്ട്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ലൈഫായിരുന്നു. ഇന്ത്യയിലും വർക്ക് ചെയ്യുമ്പോഴും ഇന്ത്യക്ക് പുറത്ത് പോയി ജോലി ചെയ്യുമ്പോഴും ഒക്കെ. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ ചെയ്യാം, സമാധാനമായിട്ട് കിടന്നു ഉറങ്ങാം. അതിനപ്പുറത്തേക്ക് നത്തിങ് എൽസ്. അപ്പൊ എനിക്ക് ഇവര് രണ്ടുപേരും പറഞ്ഞ പോലെയും അങ്ങനെ ഒരു ഒന്നും പറയാനില്ല. I don't think I'm the right person to talk about it. പക്ഷെ ഇതാണ് എന്റെ ലൈഫ്. അല്ല, എല്ലാ ദിവസവും മാനിഫെസ്റ്റേഷൻ ഉണ്ട് ഇപ്പൊ പറഞ്ഞതിൽ. Very true, Bibin. So if this wonderful team is again teaming up, what can we expect as an audience? Obviously, definitely a much better content in terms of the genre of the content is. I'm saying, a much more refined stuff in terms of content quality, in terms of marketing, in terms of business prospects, everything together. So thank you so much, Archana, for helping me on this, because I had not watched the movie. I couldn't catch on the day it was releasing. With people with such initiatives to do something, and they when they come up with something, and some whatever we can do to promote that, to support. I've been doing it in a small way, whatever I can. So that way, I'm also happy to be part of this conversation. Thank you so much. Thank you, Ashish, for roping us in. Really appreciate, and thank you, Archana, for being a wonderful host for the. Pleasure. I'm saying it's been. Thank you, guys. Thank you both of you. Thank you once again.